ചാടി നടക്കാൻ എന്തൊരു രസം. നിറമോലും കൊച്ചുകിനാക്കൾ കടലാസിൽ വാരിത്തൂകാൻ എന്തെന്തു നിറങ്ങൾ ചേർത്ത ക്രയോൺ. പഠിക്കരുത്. 24 മണിക്കൂറും ഒന്നിൽ കാർട്ടൂൺ അല്ലേ മൊബൈൽ. കളി കളിയുന്നൊരു വിചാരമേ ഉള്ളൂ. പുസ്തകം തുറന്നൊരു അക്ഷരം പഠിക്കരുത്. നല്ലൊരു ഡാഡി. പ്രകാശനാണെ ഒന്നോട്ട് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. സാംകുട്ട പത്രം കൊടുത്തു കഴിഞ്ഞോ? ഓ മക്കളെ, അമ്മയ്ക്ക് ആ തേങ്ങ ഒന്ന് പൊഴിച്ചു തരുമോ? സിമ്മെന്തിയെ? അവൻ അച്ചാച്ചിക്ക് കുളിക്കാൻ വെള്ളം കോരുവാ. അമ്മച്ചി എന്നെ എടുക്കാൻ പോവാ. അപ്പം കൊണ്ടുവന്ന കരിമീൻ ശരിയാക്കാൻ പോവാ. അച്ചാച്ചി, അച്ചാച്ചി എനിക്ക് നേരെ എത്ര പെട്ടെന്ന് കൊടുത്തോ? അല്ല, അച്ചാച്ചി ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? പിന്നെ പോണം. രാജേന്ദ്രൻ കൊച്ചാട്ടിന്റെ വീട്ടില് കട്ടലോപ്പാ. കട്ടകെട്ടും ആ കൂടെ അങ്ങ് നടക്കണം. അടിച്ചു പൊളിക്കാലോ. നേരം വെളുത്ത കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കല്ല. ഇവിടെ വാടാ സുമോഗുസ്തിക്കാരൻ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. അയ്യോ ഓടിവാടി. അയ്യോ രണ്ടുപേരും കളിച്ചു കിടന്നു. നീ എന്റെ അടുത്താണ് കളി. നിന്നെ ഞാൻ കീഴ്പ്പെടുത്തി. അല്ല പിന്നെ സിംകുട്ട, മക്കള് ആ പശുവിനെ തൊഴുത്തിന്ന് അഴിച്ച് ആ പറമ്പിലോട്ടൊന്ന് കെട്ടിക്കേ. ഇവനെ ഇന്ന് ഞാൻ എന്ത് എന്താ നീ വന്നേ മനുഷ്യൻ സാംകുട്ട, ആ തേങ്ങ ഒന്ന് തിരുവി തന്നേ. എല്ലാവർക്കും സമയമായില്ലേ, പോണ്ടേ? ശരി അമ്മച്ചി. കൊഴപ്പില്ല, നാളെ നേരം വെളുക്കൂലോ. സരസ്വതി, മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക. പിന്നെ ഞങ്ങളുടെ ഫുഡും എടുക്കണേ. Rishi, what are you doing? Are you not studying?
അമ്മച്ചി ഞങ്ങൾ ഇറങ്ങുവാ. നിക്ക്, അച്ചാച്ചിക്കുള്ള ചോറ് ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുത്തേക്ക്. നീ ഇത് ജോലിക്ക് പോണില്ലടാ. അമ്മച്ചി ആദ്യം ഈ പണി ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ പണി കഴിയാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ആ പണി ചെയ്യുന്നത്. അച്ചാച്ചി ഇതാ ചോറ്. ആ വന്നോ സാറന്മാര്. ദേ ഇത് മുഴുവനും കഴിച്ചേക്കണം. ഓ ആ എന്റെ മോൻ ആ തൊപ്പി ഒന്ന് വെച്ചേടാ, അപ്പനൊന്ന് കാണട്ടെ. ഇതാ കണ്ടോ. ടാടാടാടാ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇവിടെ ആരടാ അപ്പൻ? ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നും ഇല്ല. അപ്പനാവൻ പറഞ്ഞ ആവും, അതല്ല ഇനി മക്കളാവൻ പറഞ്ഞ അതും ആവും. അപ്പനും മക്കളും കൂടെ സ്നേഹിച്ച് ഈ അമ്മച്ചിയെ മറക്കല്ലേ. അങ്ങനെ മറക്കോ എന്റെ അമ്മച്ചിയെ? അല്ല എന്നതാ 4 മണിക്ക് വരുമ്പോ കപ്പപ്പുഴുക്കുണ്ടാക്കി വെക്കണ കാര്യം മറക്കല്ലേന്ന് ഇല്ലടാവേ. അല്ലാതെ എന്നാ അമ്മച്ചി എനിക്ക് കപ്പയും പുഴുക്കൊന്നും വേണ്ട. ഞാൻ NCCയിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ബ്രെഡും മുട്ടയും കിട്ടും. എനിക്ക് കപ്പ പുഴുക്ക് മതി. ഞാൻ NCC അല്ലല്ലോ, എനിക്ക് വൈകിട്ട് വിശക്കും. എടാ നീ NCC കഴിയുമ്പോ ഇവിടെ തന്നെ വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. പാപ്പാ അപ്പന്റെ ഒരു തമാശ. എന്നാ നമുക്ക് വൈകുന്നേരം കാണാം. ഒന്ന് മാറി നിൽക്കാം അവിടെ നിന്ന്. ചെരുപ്പിന്റെ പുറത്ത് കുരുന്നക്കോഴിയുടെ തൊട്ട് കയറി നിൽക്കുക. ചെരുപ്പ് തുളന്നിട്ട് അതിനകത്ത് വെള്ളം വരെ കണ്ടു. അയ്യോ, അപ്പൊ സാറേ പോയിട്ട് വരട്ടെ. നീ 4 മണിക്ക് വന്നിട്ട് കപ്പപ്പുഴുക്ക് തിന്നോണം കേട്ടോ. ആ ഡേ, ഞാൻ പോയിച്ചു വരാം. പിന്നെ വൈകുന്നേരം വരുമ്പോ എന്നമ്മയും മേടിക്കണം. നല്ല മത്തി കിട്ടിയ വാങ്ങിച്ചേച്ച് വന്നാ മതി. എന്നാ ശരി അമ്മച്ചി. ടാറ്റാ. ദേ അവര് വരണുണ്ട്. ഹലോ. ഹായ്. നീ ഇന്ന് നേരത്തെ ആണല്ലോ. പള്ളിക്കൂടങ്ങളിലല്ല ശുചിമുറി നിർബന്ധമാണെന്ന് പറഞ്ഞ് നോക്കാൻ ആള് വന്നിരുന്നു. അതിന് ശുചിമുറി ഉണ്ടല്ലോ. SSIയുടെ ഫണ്ടിൽ നിന്നും ധാരാളം മൂത്രപ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വൃത്തിയാക്കിയിടില്ലെന്ന് മാത്രം. വൃത്തിയാക്കാനൊക്കെ അവർക്ക് ആളുള്ളതാ, പക്ഷെ അവർക്ക് 100 കൂട്ടം പണിയാ. അത് ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ. അതെ, ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും ഇത്തിരി വെള്ളം ഒഴിക്കണം, എന്നാ വൃത്തിയായി കിടക്കും. അത് നേരാ, ഇത് നമ്മൾ വിചാരിച്ചാലേ ഉണ്ടാവും. ആ എന്റെ തൊപ്പി ഇങ്ങ് എടുക്കണം. സെക്കൻഡ് ഓപ്പൺ ഹൗസ്. പപ്പയും മമ്മയും ആരെങ്കിലും വരണം. പ്രകാശ്, I don't think I can go. How can I? You know how much works are pending with me? And moreover, I don't like these unnecessary systems. Unnecessary systems? How can you say like that, Prakash? Anyways, 22nd ഞാൻ തീരെ ഫ്രീ അല്ല. Somehow you have to go. മമ്മി, ഞാൻ പറഞ്ഞ കാര്യം വാങ്ങിക്കാൻ മറക്കല്ലേ. Okay, I will try. ബൈ മമ്മി. വൈകിട്ട് ഷാജഹാൻ ഓട്ടോയുമായി വരും. മോനെ ഋഷിമോനെ, വന്ന് കഴിക്ക് വാ. ചേട്ടാ വന്ന് സ്നാക്സ് കഴിക്ക്. കഴിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയും. പോയി പറ. ഞാൻ അവരോട് കളിക്കാൻ പോട്ടെ. ഞാൻ അമ്മയോട് പറയും. ആന്റി പോയിക്കോട്ടെ ആന്റി, ഞാൻ ഇപ്പൊ വരാം. എന്നോടൊന്നും ചോദിച്ചിട്ട് പോണ്ട, എനിക്കിവിടെ ജോലിക്ക് വരേണ്ടതാ. എന്തെങ്കിലും വന്ന് തിന്നാൻ നോക്ക്. I will show you something. What is this? Is it pearl? No, it's കുഞ്ഞുമണികൾ. കുഞ്ഞുമണികൾ എന്ന് വെച്ചാ? അതൊക്കെ ഉണ്ട്. ഷാജാൻ അങ്കിളിന്റെ മോൻ ആസിഫ് വന്നതാ. മഞ്ചാടിക്കുരു, മയിൽപ്പീലി, ഓലപ്പീപ്പി, പ്ലാവിലെ തൊപ്പി, അതെല്ലാം ഇനിയും തരാന്ന് പറഞ്ഞു. അതൊക്കെ നിനക്കും തരാം. ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. അമ്മ പറഞ്ഞിട്ടുള്ളല്ലേ വീട്ടിന്റെ അപ്പുറത്ത് പോണ്ടെന്ന്. പിന്നെന്തിനാ അവരോടൊപ്പം കളിക്കാൻ പോകുന്നത്? അമ്മയോട് പറയല്ലേ പ്ലീസ്. പറയും പറയും പറയും. I don't have time to spend with you. I have a lot of homeworks. തുടങ്ങിയ രണ്ടും കൂടെ. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സംസ്കാരം വേണ്ടേ? എന്നാ പറ്റി മോളെ? ആന്റി നോക്കട്ടെ. എന്തോ മോനെ ഈ കാണിച്ചേ? എന്നെ കൈ പിടിച്ച് പുറകോട്ട് തിരിച്ചു. സാരമില്ല കേട്ടോ, ആന്റി കഴിക്കാം.
അത്രയും വികൃതിയായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞതാ ഉടനെ വേണ്ടാന്ന്. അടുപ്പിച്ചടുപ്പിച്ച് കുട്ടികളായാൽ നിന്റെ ഹെൽത്തിനെ ബാധിക്കുമെന്ന് ആമിയല്ലേ പറഞ്ഞത്? എന്നിട്ട് പിന്നെ ഒരെണ്ണം. കുറച്ചൊക്കെ അച്ചടക്കം വേണം. അതാ പുത്രൻ ഇങ്ങനെ തലതിരിയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ ഏതാ പാരമ്പര്യമൊന്ന്. എനിക്ക് ഉറങ്ങണം. തലയിൽ അപ്പിടി താരണ. ആ നീർന്ന്. അത് താരനുള്ളോണ്ടാ. അമ്മച്ചിയുടെ തലയിലും താരനുണ്ടല്ലോ. ആ അതല്ലേലും അങ്ങനെ. അമ്മയുടെതെല്ലാം ആമ്പിള്ളേർക്കും കിട്ടും. ഓ ആ പതുക്കെ പതുക്കെ പതുക്കെ. ഓ ഓ അതൊക്കെ ചെയ്തോളാം. അല്ല അമ്മച്ചി, കാലെങ്ങനെ ഉളുക്കിയേ? ആ പശുവിനെ പറമ്പിൽ നിന്ന് അഴിച്ചുകൊണ്ട് വന്നപ്പോ കയ്യാലപ്പുറത്തെ കല്ലേ ചവിട്ടി. അതൊന്ന് ഇളകി. മടുത്തതാ. എന്തിനാ അമ്മച്ചി വേണ്ടാത്ത ജോലിയൊക്കെ ചെയ്യാൻ പോയേ? ഞങ്ങൾ വന്നിട്ട് ഇരിക്കത്തില്ലായിരുന്നോ? ഓ അത് ഇച്ചിരി നേരത്തെ ആട്ടേന്ന് കരുതി. അത് ചിലപ്പോ ഇതിനു വേണ്ടിയായിരിക്കും. അല്ലെങ്കിലും പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഈ നാരങ്ങ തേക്കുന്നതല്ലാതെ താരനൊരു കുറവുമില്ല. നീടെ വെറുതെ കിടക്കുമല്ലേ, ചുമ്മാ ചൊറിഞ്ഞോ. ദാ എണ്ണ കാച്ചി തേച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ വല്ല ഡോക്ടറെയും കാണിക്കാം. പിന്നെ നമ്മളെ ക്ലാസ്സിൽ സോഷ്യൽ പഠിപ്പിക്കാൻ പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്. നല്ല രസമാ പഠിപ്പിക്കല്. നല്ല ടീച്ചറാ. അമ്മച്ചി എന്നാ പഠിച്ച ടീച്ചറാവാത്തേ? പഠിക്കാനുള്ള കാലത്ത് ദാരിദ്ര്യമായിരുന്നു. ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി കുറെ കാലം സ്കൂളിൽ പോയി. പിന്നെ അനിയത്തി സാറ ഉണ്ടായ പിന്നെ അവളെ നോക്കാൻ വേണ്ടി എന്റെ പഠിത്തം നിർത്തി. വല്യമ്മച്ചി നോക്കത്തില്ലായിരുന്നോ? അമ്മച്ചി കൂലിവേലയ്ക്ക് പോവല്ലായിരുന്നു. വിധിയില്ലാന്ന് പറഞ്ഞാ മതി. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചിക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ ഞങ്ങൾ സാധിച്ചു തരാം. കറണ്ട് കാശ് അവന്മാർ കുത്തി പിടിച്ച് മേടിക്കും. ബൾബിനാണെങ്കിൽ മെഴുകുതിരിയുടെ വെട്ടമില്ല. ദൈവദൂതന്മാരും മാലാകങ്ങളുടെ കൂടി പഞ്ചായത്ത് പറഞ്ഞിരിക്കുവാണോ? പിന്നെ പഠിക്കേണ്ട കാര്യമില്ല, പേപ്പറിങ് കയ്യിലേക്ക് കിട്ടിയാൽ മാത്രം മതി. എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അല്ലടാ പോയി സാറുമാര് വരെ ഇപ്പൊ സംശയങ്ങൾ ചോദിക്കുന്നത് ദേ ഈ സിമ്മിനോടാ. ആണോടാ? പോടാ കളിയാക്കാതെ. സാർ എന്നെ കണ്ടപ്പോഴും ഒരു സംശയം ചോദിച്ചായിരുന്നു, ഇവന്മാര് നിന്റെ പിള്ളേര് തന്നെയാണോന്ന്. പക്ഷെ അച്ചാച്ചിയെ പഠിപ്പിച്ചത് ഈ സാറുമാരായിരുന്നു. ഒരു സംശയം ചോദിക്കൂലായിരുന്നു. നിങ്ങൾ എങ്ങനെ അപ്പനും മക്കളും വ്യത്യാസമല്ലോ തുടങ്ങിയ പിള്ളേർ വഷളാവുമേ? അവര് വഷളായാലും നന്നായാലും എന്നെ പോലെയല്ലേ ആവുള്ളൂ. എനിക്കതിൽ സന്തോഷമുള്ളൂ. അല്ലാതെ പിള്ളേരുതേ അപ്പുറത്തെ വീട്ടിലെ പ്രകാശദേവൻ സാറിനെ പോലെ അടിപൊളിയാന്ന് നാട്ടുകാർ പറയുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. പിള്ളേരുണ്ടോ നോക്കുകയാണ്. എന്റെ വായിന്ന് വല്ലതും കേക്കുവേ. പിന്നെ അച്ചാച്ചിയെ തിന്നാൻ എന്താ? വാട മക്കളെ എന്തൊക്കെ മേടിച്ചേക്കണെന്ന് നോക്കു. നീ പതിവ് സാധനങ്ങൾ ഒന്നും മാറ്റിട്ടില്ല. തുറക്ക്. എനിക്കത് മതി. ധൃതി പിടിക്കണ്ട. ഇടിയമ്മച്ചി നിങ്ങൾ ഇങ്ങനെ വടയും പൊരി നെയ്യപ്പ എന്നും കൊണ്ടുവന്ന പിള്ളേർക്ക് വല്ല അസുഖം പിടിക്കുവേ. ഞങ്ങളെ അധ്വാനിക്കുന്ന ജനവിഭാഗമാ. ഞങ്ങൾക്ക് പ്രതിരോധ ശക്തി ഉണ്ട്. പ്രതിരോധ ശക്തി അല്ലടാ മക്കളെ? അല്ല പിന്നെ എടി സോണി, എന്റെ ചക്കരക്കുട്ടി, നീ അകത്ത് ഇച്ചിരി കട്ടൻ കെടുത്തുന്നടി ചെല്ലേ. അല്ല പിന്നെ അപ്പനും മക്കളും കളിയാക്കാനിരിക്കുന്നു. ആ മക്കളെ, പശുവിന് തീറ്റ കൊടുത്തായിരുന്നോടാ? തീറ്റ കൊടുക്കുന്നത് എന്തിനാ? സെപ്റ്റിക് ആവാതിരിക്കാനാണോ? നമ്മുടെ ചാർലി ചാപ്പിളിനെ. എന്തേ? നീ അപ്പന്റെ മോൻ തന്നെയാട്ടോ. തവളരോട്ട് മസിലുണ്ടോ? കോഴിക്കൂട് അടച്ചോ, പശുവിന് പുല്ല് കൊടുത്തോ, കാടി കൊടുത്തോ? ഇതല്ലേ അച്ചാച്ചി ചോദിക്കാൻ വന്നേ? എടാ പിന്നല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിച്ച് നിന്നെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോടാ? എടാ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. എടാ നന്ദി വേണോടാ, നന്ദി. അച്ചാച്ചി അച്ചാച്ചി കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ വളർത്തുന്ന അച്ചാച്ചി കൂടെ കൂടെ പറഞ്ഞ ഇതാണോ? എന്റെ കർത്താവേ. ഇതാ കട്ടൻ കുടിക്ക്. നേരത്തെ ഇട്ടതാ. നന്നായി.
മതി മതി അപ്പന്റെ മക്കളെയും പൊട്ടു ഐസ്ക്രീമിന് ഇതിലും ചൂടുണ്ടല്ലോ. എടാ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്പനെ പോലെ കൂലിവേല ചെയ്ത് നടന്നാ മതി. പിന്നല്ലാതെ കൂലിവേലയ്ക്ക് ഇനി ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആള് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഹലോ ചെപ്പോ എൻട്രി എക്കടെ ആ അക്കടെ കുച്ചോ അമ്മേ സ്റ്റേറ്റ് വിട്ട് ഭായ് സാബ് ബിൽക്കുൽ കൽ മിലേംഗെ. എടി പഞ്ചാബി അച്ഛാ നമസ്കാർ. ഇതെന്തുവാ മനുഷ്യ? ആദ്യം പറഞ്ഞത് തെലുങ്ക, രണ്ടാമത് പറഞ്ഞത് ഹിന്ദിയാണെന്ന് മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് ഇത് തോന്നിയിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എടി അവന്മാരും മലയാളം പോലെ ഹിന്ദിയും തെലുങ്കും പറഞ്ഞില്ലേ, എന്നിട്ട് അവന്മാര് കഷ്ടപ്പെടണ കണ്ടോ. ഓരോരോ സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെ കണ്ട് ഓരോ ഭാഷ പറയിപ്പിക്കുന്നത്. അവന്മാര് സൈറ്റ് വന്നാ പിന്നെ മുടിഞ്ഞ ഹിന്ദി പാട്ടാന്നേ മൊബൈലില്. മനുഷ്യ ഗോകർണം. മതി മതി മതി. ബോറടിച്ചോ എടി? അപ്പൊ ഞാനൊരു ദിവസം എന്തുമാത്രം ബോറടിക്കണം നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് പേരുണ്ടായി ചേച്ചി, ഒരുപാട് പേരുണ്ട്. അവരും മലയാളികളെ പോലെ വിദ്യാഭ്യാസം ചെയ്ത് വീടും വെക്കുമ്പോ പിന്നെ അവരുടെ നാട്ടിലേക്കായിരിക്കും മറ്റുള്ളവർ കൂലിവേലയ്ക്ക് പോകുന്നത്. എടി വന്ന വഴിയൊന്നും മറക്കരുത് കേട്ടോ. കേറി പോയിനടാ, ചെന്ന് വല്ലതും പഠിക്കാൻ നോക്കും. ശരി അമ്മച്ചി. എണിച്ച് പോടാ തടിയാ. അമ്മച്ചി എടുത്തോ. അപ്പാ, എന്നെ നടക്കട്ടെ. എട് മതി 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 പോ പോ. വെച്ചിട്ടുണ്ടപ്പാ. വെല്ലുവിളിയുടെ ഒരു ധ്വനി അല്ലേടി? കൊറേ മക്കള് വേണമായിരുന്നു അല്ലേടി? എന്നതാ വയസ്സാം കാലത്തൊരു ബൂതി. ഏടി ആവത്തങ്ങള് തരുന്ന സന്തോഷം വേറെ എവിടെ നിന്ന് കിട്ടൂടി? നല്ലോല വളർത്തണെങ്കി ഇത്തിരി പാടാ. എടി പെണ്ണുമ്പുള്ളേ, മറയൂര് കാട്ടിലെ ചന്ദനത്തടി വളരുന്നതേ ഇടുക്കി ഡാമിൽ നിന്ന് ബംഗാളികൾ ആരും കൊണ്ടു വെള്ളം കൊണ്ടു ഒഴിച്ചിട്ടല്ല, അത് തന്നെ അങ്ങ് വളർന്നോളും. തമ്പുരാൻ സൃഷ്ടിച്ചു തന്നതാ. തമ്പുരാൻ തമ്പുരാൻ. വെള്ളം ചൂടാക്കാം, നിങ്ങളൊന്ന് കുളിക്ക് മനുഷ്യ. മേഘം പൂത്തു തുടങ്ങി, മോകം പെയ്തു തുടങ്ങി, നീ വിളിക്കേട്ടു നെഞ്ച് പുതിയൊരു താളം. പഠിക്കാതെ സമ്മതിക്കൂല. വിത്ത് വിതരണം 2 വിധം, കാറ്റ് മൂലവും വെള്ളം മൂലവും. വിതരണം 2 വിധം, കാറ്റ് മൂലവും വെള്ളം മൂലവും. One, 2, 3, 4, 5, 6, 7, 8, 9. അയ്യോ. Yes. 4, 5, 6, 7, 8. മമ്മ മമ്മ മാഷീലാൻഡുകളെ പറ്റി പ്രോജക്റ്റ് ഉണ്ടാക്കണം. So what? Do it. I don't know how to prepare it. I want your help, Mama. Go and ask Prakash. ഡാ, ഈ തണ്ണീർത്തടം എന്ന് പറഞ്ഞ ചതുപ്പ് നിലവാ. നമ്മുടെ തോടിന്റെ അപ്പുറത്ത് കാണുന്ന ചുമ്മാ കിടക്കുന്ന കണ്ടം പോലത്തെ പുഞ്ച പോലെ തോന്നിക്കുന്ന സ്ഥലം. കാട്ടും ചേമ്പും മടന്തയും കേറി കിടക്കണ സ്ഥലമാ. അത് നിറയെ കൊളവനും മാക്രിയും കൊളക്കോഴിയും കൊക്കുമൊക്കെയാ. അതേപറ്റി എന്നാ പഠിക്കാനാ? ഞങ്ങൾക്ക് 2 പേർക്ക് തന്നിരിക്കുന്ന പ്രോജക്റ്റ് ഒന്നാ. എടാ മക്കളെ, ഈ കൊക്കുണ്ടല്ലോ ദേശാടന പക്ഷിയാ. ഈ നിലമ പരിസരത്തെ കിണറുകളില് വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും അവിടെ തണുപ്പല്ലേ, ചുറ്റും കണ്ടൽക്കാടാ. അതുകൊണ്ട് ആ പരിസരത്ത് ചൂട് കുറയും. അതൊക്കെ എന്നതാന്ന് ഈ പറയുന്നേ? കണ്ടൽക്കാട്, കാവ്, വനം,
കുളം ഇതൊക്കെ നമ്മുടെ കാരണന്മാരുണ്ടാക്കിയത് കൊണ്ടല്ലേ നല്ല കാലാവസ്ഥ ഉണ്ടായത്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്നാ കാലാവസ്ഥയാ? പറഞ്ഞ പോലെ മഴയൊന്നും തീർന്നിട്ട് വേണ്ടേ എന്നതെങ്കിലും ഒന്ന് ചെയ്യാൻ. അച്ചാച്ചിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാവുന്നേ? നമ്മുടെ ടീച്ചർ ഇതൊക്കെ പുസ്തകത്തിൽ നിന്ന് വായിക്കുമല്ലോ. അച്ചാച്ചി ഇതൊക്കെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാ മക്കളെ. ഞാൻ അടുക്കള കയറട്ടെ, അത്താഴം ഇല്ലേ പുസ്തകത്തിൽ കിടക്കും. ഞാറുനടിയിലെങ്ങനടി മോതിര കുറതി ഞാറുനടിയിൽ ഇങ്ങനെ പിന്നങ്ങനെ അച്ചാച്ചി! നിങ്ങൾ പഠിച്ചോ We need to finish it, but it should be in a stipulated time. But what actually happens, I don't Daddy. know, you know. You need to take Daddy. care of that. Enda Rishi, what happened? I wanted to do a project about marshy lands. മമ്മിയോട് പോയി ചോദിക്ക്. She will help you. അതെ, MD ടൂറിലാണ്. I am fully loaded with work. Daddy. No, not at this time. ഡാഡി, എന്താ ഋഷി? മമ്മിയോട് ഇന്നലെ ചോദിച്ചായിരുന്നു. ഡാഡിയോട് ചോദിക്കാനാ എന്താ പറഞ്ഞത്. പ്രോജക്ട് മാഷി ലാൻഡ്. പറഞ്ഞില്ലേ മമ്മിയോട് പോയി ചോദിക്ക്. ഋഷി, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ എം ടോക്കിംഗ് ടു സമ്മൺ. ഞാനൊരു ഒഫീഷ്യൽ ഡിസ്കഷനില്ല. അതെ, സോറി, ഐ ഹാഡ് ടു ഡിസ്കസ് വിത്ത് മൈ സൺ, യു നോ, റിഗാർഡിംഗ് ഹിസ് പ്രോജക്ട് സംതിങ്. ലുക്ക് മിസ്റ്റർ ദേവ്, മികച്ച സ്കൂളിൽ അഡ്മിഷൻ എടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ല. അവൻ പൊതുവെ ഗ്ലൂമിയാണ്. ദാറ്റ് ഇസ് ഹിസ് നേച്ചർ. ഇൻട്രോവേർട്ട് ആണ്. മേ ബി ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് he is not completing his projects and assignments. Why he is not doing it? Any problems at home? ഫാദർ, പ്രോജക്ട്സിന്റെ കാര്യം ഋഷി ഞങ്ങളടുത്ത് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. ആക്ച്വലി ടൈം കിട്ടിയില്ല. ലുക്ക് ദേവ്, എല്ലാവർക്കും ഒരു ദിവസം 24 hours മാത്രമേ ഉള്ളൂ. ടൈം മാനേജ്മെന്റ് അതാണ് ഈ തലമുറയ്ക്ക് ഇല്ലാത്തത്. എന്നിട്ട് കിടന്ന് നെട്ടോട്ടമാണ്. ഒന്നോട്ട് പൂർത്തിയാക്കാറുമില്ല. രാവിലെ ഉണരുക, കുറച്ച് മെഡിറ്റേഷൻ, നേരത്തെ ഉറങ്ങുക, കുട്ടികളോടൊത്ത് അല്പനേരം, അങ്ങനെ പക്ഷെ എല്ലാ ജോലിയിലുള്ളവർക്കും അങ്ങനെ കഴിയണമെന്നില്ലല്ലോ. ഫാദർ, കമിൻ. ഹലോ, ഹായ്, ഹൗ ആർ യു? Good. Yeah, doing well, you know. No, it's okay. Yeah, we can do it on next week. Jenny Miss, call Rishi Dev, standard 7B. Okay, Father. Thank you. Okay, bye. Yeah, I will call you. Okay. ഇനി പ്രോജക്റ്റിന്റെ കാര്യം. You need to support and help him. ഞങ്ങൾക്ക് പ്രോജക്റ്റ് കൊടുക്കാനേ കഴിയൂ. വീട്ടിലെ കാര്യം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വി വിൽ ട്രൈ. പറഞ്ഞല്ലോ, ഇവനൊരു പ്രത്യേക ടൈപ്പാണ് ഫാദർ. ആണോടോ? സേ, Rishi is brilliant. But only thing very lazy. അല്ലോടോ? അപ്പൊ പിന്നെ ഇവന്റെ മടി മാറ്റണം. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇത് ഇവന്റെ ബേസിക് നേച്ചറാണ്. അങ്ങനെ ബേസിക് ആയിട്ടൊന്നുമില്ല. എക്സ്ട്രാ എനർജി, അതാണ് കുട്ടികളുടെ പ്രശ്നം. അത് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തി കൃത്യസമയത്ത് നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കണം. ഓരോന്ന് സപ്രസ് ചെയ്തിട്ട് അവരുടെ കഴിവുകൾ അടക്കി വെപ്പിച്ചിട്ട് ഗ്ലൂമിയാണെന്ന് പറയുന്ന പേരൻസിനെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവന്റെ സ്വഭാവം ഫാദറിന് അറിയാത്തതുകൊണ്ടാ. ഞാൻ ചൈൽഡ് സൈക്കോളജി പഠിച്ച ആളാണ്. ഫാദർ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ പറ്റാത്ത കാലമായത്. ഋഷി, നീ ഇടയ്ക്ക് എന്നെ ഒന്ന് കാണണം. പിന്നെ നിങ്ങളും. എന്താ കുഴപ്പമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ.
മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. ഇങ്ങേ താഴ്വര കാട്ടിലെ മാമരച്ചില്ലയിൽ കൂകും കുയിലുമുണ്ട്. ചങ്ങരം പക്ഷികൾ കലപില കൂടുന്ന കുഞ്ഞി കിളിമരക്കൊമ്പുമുണ്ട്. സ്നേഹവർണ്ണനു നെയ്ത എൻ വീടുമുണ്ട്. അങ്ങേ മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. പറഞ്ഞും കളി പറഞ്ഞും പാടിയുറക്കുവാനച്ഛനുണ്ട്. കഥ പറഞ്ഞും കളി പറഞ്ഞും പാടിയുറക്കുവാനച്ഛനുണ്ട്. നീലനിലാവല പോലെ വന്നെപ്പോഴും തലോടുന്ന സുഖവുമുണ്ട്. എന്നമ്മതൻ സ്നേഹക്കടലുണ്ട്. അങ്ങേ മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. ചങ്ങരം പക്ഷികൾ കലപില കൂടുന്ന കുഞ്ഞി കിളിമരക്കൊമ്പുമുണ്ട്. സ്നേഹവർണ്ണനു നെയ്ത എൻ വീടുമുണ്ട്. ജപിച്ചും കൊഞ്ചി വിളിച്ചും നാരായണി തത്ത കൂട്ടിലുണ്ട്. നാമം ജപിച്ചും കൊഞ്ചി വിളിച്ചും നാരായണി തത്ത കൂട്ടിലുണ്ട്. നാടൻ കറിക്കൂട്ടു ചേർത്തന്റെ മുത്തശ്ശി നാവിൽ നൽകുന്ന രുചിയുമുണ്ട്. നെഞ്ചില വാത്സല്യച്ചൂണ്ട്. അങ്ങേ മാനത്തൊരമ്പിളി കുഞ്ഞിനെ താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. ചങ്ങരം പക്ഷികൾ കലപില കൂടുന്ന കുഞ്ഞി കിളിമരക്കൊമ്പുമുണ്ട്. സ്നേഹവർണ്ണനു നെയ്ത എൻ വീടുമുണ്ട്. എൻ്റെ വീടുമുണ്ട്. അതാ ഞാൻ ഇപ്പൊ എറിഞ്ഞിട്ടില്ല. എടേ നീ ഇന്നലെ ഹോംവർക്ക് എഴുതിയാ? അപ്പം കാരണമല്ല ഹോംവർക്ക് എഴുതാൻ പറ്റിയിട്ടില്ലേ. നീയാ? ഞാനും എഴുതിയില്ല. ഓ എന്തൊരു ഒരുമ. അമ്മേ എന്തായാലും സാറിന്റെ നടി ഉറപ്പാ. അത് ഉറപ്പാ. സാമേ സിമ്മേ ഒന്ന് നിന്നേ. എന്നാ താമസിച്ചേ? ഞങ്ങളെ ഒരുത്തൻ തടഞ്ഞു നിർത്തി ഓരോന്നൊക്കെ പറഞ്ഞു. ആ ബിജു ഇല്ലേ 10 സീലെ അവനാ. എന്തിന്? അവന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് ചെന്നായിരുന്നു. അതെന്തിന്? അവന്റെ അച്ഛന് മയക്കുമരുന്ന് വെക്കുന്ന പണിയാണത്രേ. അവൻ എന്തിനാ നിങ്ങളെ തടഞ്ഞേ? ഞാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് അവൻ കരുതിയേ. എന്നിട്ട് ചേച്ചിയും കൊറേയൊക്കെ പറഞ്ഞു. മയക്കുമരുന്ന് വിറ്റാ പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു കാണാന്ന്. അപ്പൊ ഞാനും പറഞ്ഞു കാണാന്ന്. അല്ല എന്തായാലും ഓരോരുത്തർ ഗൗരവത്തിൽ ഞങ്ങൾ ഇടപെടണോ? പറയാം. ആദ്യം SPC സാറിനോട് പറയട്ടെ, പിന്നെ ജനമേഖലി ഷെഫ് സാറും ഉണ്ടല്ലോ. എന്തുവാടേ? ഞങ്ങളോടൊന്ന് പറ. മയക്കുമരുന്നും കൊണ്ട് സ്കൂളിന് ചുറ്റും കുറേമാര് കറങ്ങുന്നുണ്ട്. ആ 10-ലെ ബിജു ഒക്കെ അതിന്റെ ആളുകളാ. അവൻ ചേച്ചിയെ ചീത്ത പറഞ്ഞു. എന്തായാലും അത് സമ്മതിക്കില്ല. SPCയിലെ സാർ ഇതിന്റെ ദോഷത്തിനെ കുറിച്ച് എന്നും പറയുന്നതാ. ഞങ്ങളുടെ അച്ചാച്ചി എന്നും പറയുന്നേക്കാം. നമ്മൾ വിചാരിച്ചാൽ ഈ പണി നിർത്താൻ പറ്റൂ. അത് സത്യ. ആരെങ്കിലും ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സാറന്മാരടുത്ത് പറഞ്ഞു. സാറുമാരെക്കാൾ കൂടുതൽ നമ്മളാണല്ലോ അവന്മാരെ കാണുന്നത്. ഇനി ഒരുത്തനെങ്കിലും മയക്കുമരുന്നും കൊണ്ട് നമ്മളെ പള്ളിക്കൂടത്തിന്റെ അടുത്ത് വന്ന അതൊക്കെ നടക്കട്ടെ. പിന്നെ എല്ലാരും എന്റെ വീട്ടിലെ മൈലാഞ്ചി കല്യാണത്തിന് എത്തിക്കണേ. എടാ സാമസിമേ വരാതിരിക്കരുത്. വാ വാ ബെല്ലടിക്ക് സമയം. വാ വാ പോ വാ. ബായ് അങ്കിൾ.
ബൈ. വാ. ആ മോളെ, അങ്കിള് ബാഗ് നിർത്തോട്ടെ. ആ ചേച്ചി, പെങ്ങടെ മൈലാഞ്ചി കല്യാണത്തിന് സാറും ഫാമിലിയും വരുന്നുണ്ട്. ചേച്ചിയും കൂടെ അങ്ങ് വന്നേക്കണേ. ബൈ ഷാജി അങ്കിൾ. ആ അല്ല പിന്നെ 2 ദിവസം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേറെ ഓട്ടോ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ പ്രകാശ് സാറിനെ വിളിച്ച് പറഞ്ഞോളാം. കല്യാണ ഒരുക്കങ്ങളൊക്കെ ആയോ? എല്ലാം നന്നായി നടക്കട്ടെ. ചിലപ്പോ ഞാനന്ന് വീട് വരെ പോകും. ഒരുപക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ലേലും എന്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ശരി ചേച്ചി, ഓട്ടോ പോളെ. ശരി അങ്കിൾ. അടിപൊളി സിനിമ ആയിരുന്നു അച്ചാച്ചി. ഓ, ഫൈറ്റിംഗ് സീനൊക്കെ എന്താ കിടിലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മനുഷ്യന് മനസ്സിലാവാത്ത പടത്തിന് തന്നെ വിളിച്ചോ. പതിവ് പോലെ ഞായറാഴ്ചത്തെ മാറ്റിന് സിനിമ കണ്ടിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ? ഇതൊക്കെയല്ലേ ദാമോദരൻ ആകെപ്പാടെയുള്ള ഒരു സന്തോഷം. പിന്നെ ഷാജഹാന്റെ അവിടുത്തെ മൈലാഞ്ചിക്ക് പോവാൻ ഇവമാർക്ക് കുറച്ച് തുണി എടുക്കണമായിരുന്നു. അത് വേണം, എന്നാലും ചെലവല്ലയോ? എന്തോന്ന് ചെലവ്? ഇവർക്ക് ഭക്ഷണം, തുണി, പിന്നെ പഠിക്കാൻ കുറച്ച് പൈസ, ഇതല്ലാതെ അതും നേരാ. നിനക്ക് പിന്നെ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. ദാമോദരൻ എന്നാ ചന്തക്ക് പോയതാ? ആണടാ പോവേ. എന്നാ പിന്നെ ഞാനങ്ങോട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നതാ അച്ചാച്ചി ദുശീലങ്ങളെന്ന് പറഞ്ഞ? ദുശീലങ്ങൾക്ക് എനിക്കെല്ലാം അറിയൂ. എന്നതാ അമ്മച്ചി? അതെ, ഈ ദുശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം, പുകവലി, വെറ്റമുറുക്ക്, മറ്റ് ലഹരി സാധനങ്ങൾ, ഇതൊക്കെയാ. അച്ചാച്ചി പിന്നെന്താ ഇതൊന്നും ചെയ്യാത്തെ? എടാ, അതൊക്കെ എന്റെ പോക്കറ്റിൽ നിന്ന് പോവില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഞാൻ നന്നായിട്ട് വളർത്തും? ലക്ഷണം കണ്ടിട്ട് ഇച്ചിരിയൊക്കെ എടുത്താ കൊള്ളാന്നുണ്ട്. എടി, കഴിഞ്ഞ 15 വർഷമായിട്ട് നീ എന്നെ കാണുന്നതല്ലേ. അതിനു മുമ്പും ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് വെരി ഗുഡ് അച്ചാച്ചി. താങ്ക് യു. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴാ ഇല്ലാത്ത അസുഖം ഉണ്ടാവുന്നത്. വേഗം നടക്ക്. അകത്തോട്ട് ചെല്ലേണ്ട നല്ല കാര്യങ്ങൾ ഇനി ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. നീ പേടിക്കണ്ടീ, അതിന് ഞങ്ങൾ 3 പേരും സഹായിക്കും. അല്ലടാ മക്കളെ? അച്ചാച്ചി അമ്മച്ചി എന്താ ആസിഫിന്റെ വീട്ടിലെ മൈലാഞ്ചി കല്യാണത്തിന് വരാത്തെ? അവിടെയൊക്കെ വലിയ ആൾക്കാരൊക്കെ വരുന്നല്ലേ. മക്കള് രണ്ടുപേരും അവിടെ പോയാ മതി. അതിനാ 2 പേർക്കും കൂടെ ഉടുപ്പെടുത്തുന്നത്, മനസ്സിലായോ? പിന്നെ ഇവന്മാരുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാ. 2 പേരും മര്യാദയ്ക്ക് നിക്കണേ. ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിച്ചേക്കില്ല. പിന്നെ ഞങ്ങൾ ഡീസന്റ് അമ്മച്ചി. അതുകൊണ്ടാടാ പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞു പോണോ. നടക്ക നടക്ക. സഖിയേ നീയൻ കണ്ണിൻ കുളിരല്ലേ, മൊഞ്ചേ നീയൻ കൽവിൻ തുണയല്ലേ. സഖിയേ നീയൻ കണ്ണിൻ കുളിരല്ലേ, മൊഞ്ചേ നീയൻ കൽവിൻ തുണയല്ലേ. ഓരോ രാവും നിന്നെ തേടി ഞാൻ, ഈ രാവിൻ പുണ്യം നമ്മിൽ ചേരുന്നു. സഖിയേ നീയൻ കണ്ണിൻ കുളിരല്ലേ, നീയൻ കൽവിൻ തുണയല്ലേ. ചുവന്ന കൈകളിൽ വിടർന്ന കൺകളിൽ വിരിഞ്ഞു വന്നൊരു മൈലാഞ്ചി, ചുവന്ന കവിളിൽ നിറഞ്ഞ ചുണ്ടിൽ തിളങ്ങി നിൽക്കും നിന്മാരൻ. ചുവന്ന കൈകളിൽ വിടർന്ന കൺകളിൽ വിരിഞ്ഞു വന്നൊരു മൈലാഞ്ചി, ചുവന്ന കവിളിൽ നിറഞ്ഞ ചുണ്ടിൽ തിളങ്ങി നിൽക്കും നിന്മാരൻ. അതുവഴി ഇതുവഴി ഒരു വട്ടം പലവട്ടം മനസ്സിൽ തെളിയും, കരളിൽ നിറയും നവവധു പ്രിയവധു നിനക്കിനി കവരാൻ, മനസ്സിൽ മുകരാൻ കുളിരുകൾ പകരാൻ വരവര വരവായി പ്രിയതോടും. സഖിയേ നീയൻ കണ്ണിൻ കുളിരല്ലേ, മൊഞ്ചേ നീയൻ കൽവിൻ തുണയല്ലേ. ും
നറുചിരി നുകരാൻ നവവരൻ പ്രിയവരൻ നിനക്കിനി തുണയായി മനസ്സുകൾ പകരാൻ ഹൃദയങ്ങൾ കവരാൻ തുണയായി പ്രിയതോഴൻ സഖേ നീയൻ കണ്ണിൻ കുളിരല്ലേ മൊഞ്ചേ നീയൻ കൽവിൻ തുണയല്ലേ ഓരോ രാവും നിന്നെ തേടി ഞാൻ ഈ രാവിൻ പുണ്യം നമ്മിൽ ചേരുന്നു സഖേ നീയൻ കണ്ണിൻ കുളിരല്ലേ മൊഞ്ചേ നീയൻ കൽവിൻ തുണയല്ലേ എന്തുവാടാ സാമേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു മയക്കുമരുന്നിനെതിരെ ഫേസ്ബുക്കിലൊരു കൂട്ടുകെട്ടുണ്ടാക്കിയാൽ കുറെ പേരെ ലഹരിക്കെതിരെ സംഘടിപ്പിക്കാൻ കിട്ടുമായിരുന്നു. നമ്മുടെ പരിചയത്തിൽ ആരുണ്ട് ഫേസ്ബുക്ക് ഒക്കെ നോക്കുന്നവര്? ഫേസ്ബുക്ക് ഒക്കെ വൃത്തിയോടാണെന്നാ പറയുന്നേ, അതൊക്കെ വേണോ? ഫേസ്ബുക്കിൽ നല്ലതുമുണ്ട്, നമ്മളെ നല്ല മാത്രം എടുത്താൽ മതിയല്ലോ. എന്നാ ഫേസ്ബുക്ക് പരിചയമുള്ളവര് നിങ്ങൾ കണ്ടുപിടിക്കേ. ഏത് വിധത്തിലായാലും ലഹരിക്കെതിരെ എന്തെങ്കിലും ചെയ്താലേ ഈ നാട് നന്നാവത്തുള്ളൂ. ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. അത് മതി, വേഗം നടക്ക്, സമയം ഒരുപാടായി. ചേട്ടാ ചേട്ടാ, എന്താ? മഞ്ചാടിക്കുരു തരൂ. മഞ്ചാടിക്കുരുവോ? ഇന്നാളെ രസം കാണിച്ചില്ലേ, അതുപോലത്തതാ. ഓ കുഞ്ഞുമണി, നീലെ തടി കളഞ്ഞ പോയെടുക്ക്. അതവിടെ ഒന്നും കണ്ടില്ല. കണക്കായി പോയി. എന്തിനാ? പ്രോജക്റ്റ് ഉണ്ടാക്കാനാ. പോയി ഉണ്ടാക്ക്. നീലെ മമ്മയുടെ പപ്പയുടെ പറഞ്ഞ് ഇന്റർനെറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റിയത്. പോയി തന്നെ ഉണ്ടാക്ക്. ഓ ചേട്ടാ ചേട്ടാ നിക്ക് ചേട്ടാ. ഓട്ടോ ഷാജാൻ മാമന്റെ മോന്റെ കാണും. ഞാൻ സൈക്കിളിൽ പോയി എടുത്തിട്ട് വരാം. നീ അമ്മയോട് പറയോ? പറയരുത്. എവിടെ കിട്ടിയോ? ഇല്ല, എല്ലാം തീർന്നുപോയി. ബൈലോപ്പിള്ളിയുടെ കുഞ്ഞിമണികൾ പഠിക്കാൻ അത് വേണം. എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? നാളെ. എല്ലാം അവസാന നിമിഷത്തിലേ പറയാവൂ. എന്റെ മാർക്ക് മൊത്തം പോവും. അതെ, നിങ്ങളുടെ അടുത്ത് കുഞ്ഞുമണികളുണ്ടോ? എന്താ? എന്തിനാ? കുന്നിക്കുരു പ്രോജക്റ്റ് ഉണ്ടാക്കാനാ. ഓ, പ്രോജക്റ്റ്. അനിയത്തിക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാനാ. ഇല്ലാഞ്ഞിട്ടല്ലേടാ, ഉണ്ടേക്കോട്. മഞ്ചാടിക്കുരു ഉണ്ട്, അത് മതിയോ? എന്നെ കൂടി നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടുവോ? കളിക്കാനൊക്കെ കൂട്ടാം, പക്ഷേ നിന്റെ കയ്യിലുള്ള മൊബൈല് അത് ഞങ്ങൾ കളിക്കാൻ തരുമോ? അയ്യോ, അത് അച്ഛൻ്റെതാ, അതെടുക്കാൻ പറ്റത്തില്ല. അതിന് നിന്നെ വീട്ടിൽ നിന്ന് പുറത്ത് കളിക്കാൻ വിടുമോ? അത് പിന്നെ നിന്നെ പുറത്തിറക്കണ കാര്യം അത് ഞങ്ങൾ ഏറ്റ്. നീ സാധനം കൊണ്ടുവരോ? അച്ഛന്റെ മൊബൈൽ അതെപ്പോഴും അച്ഛൻ്റെ ഇല്ല. അതെ, രാത്രി എടുത്തു തന്നാ കളിച്ചിട്ട് അതിരാവിലെ തിരിച്ചു തരാൻ പറ്റുമോ? അത് ഞാൻ ഏറ്റ്. സിമ്മു എൻ്റെ കൂടെ കാണും. ഞങ്ങള് രാത്രി എന്റെ വീട്ടിൽ വന്നാലോ? അതെ, മറ്റേ മഞ്ചാടിക്കുരു വേണ്ടേ? ഓ, മഞ്ചാടിക്കുരു, ഞാൻ അതങ്ങ് മറന്നു. സിമ്മ് വീട്ടിലുണ്ട്, അവന്റെ കയ്യിലാ മഞ്ചാടിക്കുരു. നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. മഴ തൂറ്റുന്നു, വേഗം വാ.
എന്റെ ചക്കരക്കുട്ടിയല്ലേ, ഞാൻ അവരോട് കളിക്കാൻ പോയിക്കോട്ടെ. അവരുടെ കൂടെ കളിക്കാൻ പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് ചേട്ടൻ അറിയില്ലേ? പിന്നെന്തിനാ? എന്റെ തക്കിടുമല്ലേ. പോണ്ടാന്നല്ലേ പറഞ്ഞത്? പോയനാ അമ്മയോട് പറയും. അമ്മ 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 ദുഷ്ടേ, നിനക്ക് പ്രോജക്റ്റിന്റെ കുന്നു വേണമെന്ന് ഞാനാണ്. ഇല്ലെങ്കിൽ നിനക്ക് പ്രോജക്റ്റിന് മൊട്ട കിട്ടിയാനേ മൊട്ട. ഓ പിന്നെ Yeah. Yesterday I went there. I met our MT. You know what he is saying is we need to finish the project on time. No. We can't do that. എന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാം. എനിക്കൊരു പ്രശ്നമില്ല. But you need to be very careful, you know. Yeah, you have to do that. Yeah. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ അതെ, വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ബൈ. കിട്ടി. അറിയാലോ, അച്ഛൻ്റെതാ. രാവിലെ 5:30 മണിക്ക് തരണം. ശരി, എത്തിക്കാം. എന്നെ നാളെ കളിക്കാൻ കൂട്ടണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. പിന്നെ പ്ലാൻ പറ. വേണ്ട, ഇത് ഞങ്ങളെ യൂണിഫോമിൽ ഒരെണ്ണോ. ഇതിട്ട് ഇയാള് ഞങ്ങളുടെ ഒപ്പം കളിക്കണം. അപ്പൊ ദൂരത്ത് നിന്ന് കാണുന്ന ആളെ നിന്നെ തിരിച്ചറിയാനും പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെ ഇറങ്ങും പറ. നീ സൈക്കിള് മുറ്റത്തിട്ട് ചവിട്ടുന്ന കാണിക്കണം, പിന്നെ റോഡിൽ ഇറക്കണം. അങ്ങനെ ഓക്കെ. ഓക്കെ, ഞാൻ ഇതിലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ശരി, അപ്പൊ 5:30 മണി. ഓക്കെ. വാ, പോവാം. ഹലോ. എനിക്കറിയാം, 2 മണിക്ക് കോൺഫറൻസ്. എന്താ സംശയം? ഷാർപ്പ്. കട്ടായല്ലോ. ചാർജ് ഇല്ലല്ലോ. ഇന്നലെ ചാർജിൽ കുത്തിയിട്ടതായിരുന്നല്ലോ. വാഹനം ഓടിക്കുമ്പോ മൊബൈൽ ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞതല്ല, അതാ നിയമമെന്ന് ട്രാഫിക് അവയർനെസ് ക്ലാസ്സിൽ പറഞ്ഞതാ. എത്ര കൂടിയ ഫോണായാലും ബാറ്ററി ചൈനീസ് കൾച്ചറാ. അതല്ല, 24 മണിക്കൂറും ആ ചാർജിന് കുത്തിയിടല്. ചാർജ് ഓൾമോസ്റ്റ് തീരാറാകുമ്പോ കണ്ടിന്യൂസ് ചാർജിങ്. അപ്പൊ ചാർജ് തന്നെ കാണിക്കും. എന്നാ ഒരുപാട് ദിവസം ചാർജ് നിൽക്കുകയും ചെയ്യും. സാമേ,
എടാ സാമേ, എടാ സിമ്മേ, അവന്മാരിതുവരെ എഴുന്നേറ്റില്ലേടി? പത്രം കൊടുക്കാനും തീറ്റി വെട്ടാനും പണിക്ക് പോകാനും എല്ലാം കൂടെ എനിക്ക് പറ്റില്ല കേട്ടോ. രാത്രി മുഴുവൻ രണ്ടും കൂടി കുത്തിയിരുന്ന കളിയല്ലേ മൊബൈലില്. നിങ്ങളാണെങ്കിൽ പിള്ളേരെ വഴക്ക് പറയത്തുമില്ല. ചോദിക്കണ്ടായിരുന്നു. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞ അവരെ മേക്കിട്ട് കേറാനും വരും. സാമേ, എടാ സിമ്മേ, എടാ മക്കളെ എഴുന്നേറ്റാടാ. ചെല്ല് ചെല്ല്, ഇപ്പൊ തന്നെ എണീക്ക്. ആഹാ, എന്നാ ഉറക്കടാ ഇത്? എടാ എഴുന്നേറ്റ് അമ്മച്ചിനെ സഹായിക്കാൻ പാടില്ലടാ നിനക്കൊക്കെ. എടാ അമ്മച്ചി അവിടെ കിടന്ന് തുള്ളുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേക്ക്. വെറുതെ ഈ അപ്പനെ പറയിപ്പിക്കല്ലേ. ഇവന്മാരുടെ ഒരു ഉറക്കം. എഴുന്നേക്കടാ അങ്ങോട്ട്, എഴുന്നേക്ക അങ്ങോട്ട്. ഇങ്ങനെ ഉണ്ടോ ഒരു ഉറക്കം? ആരാ? അയ്യോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വന്ന ഒരു കർഷകനാന്നേ. ഞങ്ങളല്ല ലോൺ സാങ്ഷൻ ആക്കുന്നത്. അപ്പനാ മാനേജർ, അപ്പനോട് പോയി ചോദിക്കും. ആ അപ്പൻ മാനേജർ തന്നെയാടാ ഈ ഞാൻ. അപ്പനായിരുന്നാ? അപ്പ കർഷകനല്ലേ? The interconnection of high reliability electrical connection intended with stand normal terrestrial conditions and the vibrational zero and the environment imposed by space flight. Soldiering is the preferred method for each interconnection of extremely sophisticated instruments, where each step and each individual portion of a circuit must be checked before proceeding to subsequent portion. And soldering is equally necessary where there is a wide disparity of connections. And soldering is preferred for aerospace assemblies and procedure of hand soldering consists of electronic components and furrows.
എടാ നോക്കടാ, എടാ നോക്ക്. വാടാ വാടാ, അവ ഇച്ചിരി കുഴപ്പാ. എന്തോടാ കാണിക്കുന്നത്? എന്തോടാ കുഴപ്പം? എന്നെ ഫോണും കിട്ടണം. ഫോൺ എടുക്കേ, ഇവിടെ വേഗം എടുക്കേ. ഞാൻ ചെയ്തില്ലല്ലേ? ഫോണ്ടാടാ തരേ പെട്ടെന്ന്. ഞാൻ ഒന്നും ചെയ്തില്ല. ഇങ്ങോട്ട് താടാ. ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലല്ലേ? നീ ഒന്നും ചെയ്തില്ലല്ലേ? മോടിയും വളർത്തി മൊബൈലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാൻ. നാട്ടിലെ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഷെയർ ചെയ്ത് സൂചിക്കുന്ന പരമ നാറികള്. നിനക്കൊക്കെ അമ്മയും പെങ്ങളും ഉണ്ടെന്ന് ഓർക്കണം കേട്ടാ. ഡിലീറ്റ് ചെയ്യടാ വേഗം. ഡിലീറ്റ് ചെയ്താ? എടാ പോടാ കൊഴുത്തല്ലേ. ഈ മൊബൈലൊക്കെ എറിഞ്ഞ് തല്ലി പൊളിക്കണ്ട. ഇനി നീ ഇങ്ങനെ ചെയ്താ പോടാ. സോറിടാ, ഇനി ഞാൻ ചെയ്യില്ല ഇങ്ങനെ. ഓരോ വൃത്തിയുടെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോ ഞാൻ പ്രതികരിച്ചു പോയതാണ്. നമ്മൾ നിനക്ക് എതിര് നിൽക്കേണ്ടതല്ലേ? നിനക്ക് വേദന എടുത്തോ? ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇല്ല, സോറി. ഈ നശിച്ച മൊബൈൽ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാവുന്നതെന്ന് അറിയോ? സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും പടം സോഷ്യൽ മീഡിയ വരുമ്പോഴേ നിനക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലാവും. പേപ്പട്ടി അടിക്കുന്നവരെ നേര് പഠിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അച്ചാച്ചി. എനിക്കറിയാം. ഉമ്മാരോടെ കളിക്കണ വരം മോന്റെ വീട്ടിലറിയാമോ? ഓ എവിടെ? അതറിയാതിരിക്കാനല്ലേ ഞങ്ങളുടെ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നേ. ഇതെന്താ ആങ്ങളെ? ഡാ മോനെ, ഇത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇടുന്ന കുഴിയാ. വേസ്റ്റ് കുറെ ആവുമ്പോ ഇത് നമ്മളത് അങ്ങ് കത്തിക്കും. ഇതിന്റെ ചാരം ഉണ്ടല്ലോ, നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോ വളമായിട്ട് ഉപയോഗിക്കാം. ബയോഗ്യാസ് ആണല്ലേ? അത് നമ്മുടെ ബയോഗ്യാസാ. അച്ചാച്ചി, ഞങ്ങളുടെ പള്ളിക്കൂടത്തിലെ വേസ്റ്റ് ഒക്കെ അച്ചാച്ചിക്ക് വളമാക്കാൻ പറ്റൂ? എടാ, ബയോഗ്യാസ് ആക്കാനും വളമാക്കാനും തന്നെത്താനെ പഠിക്കണം. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കണം. ഒന്ന് ക്ലാസ് എടുത്തു തരാം. അങ്കിൾ ക്ലാസ് എടുക്കോ? പിന്നെ അച്ചാച്ചി ഒരു സംഭവമല്ലേ? അതെ, കുമാര സംഭവം. നിന്നെ പോലുള്ള കുമാരന്മാരെ വളർത്തണമെങ്കിലേ ഒരു സംഭവമായിരിക്കണം. വാട മക്കളെ, വീട്ടിലേക്ക് കയറുക. വാ വാ. അച്ചാച്ചി പണിക്ക് പോയില്ലേ? ഇന്ന് മേസ്ത്രിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാനങ്ങ് ലീവ് എടുത്ത്. ലീവ് എടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അല്ല കേട്ടോ. അടുത്ത ആളെത്തിയല്ലോ. ഇതാരാ? മോനെ കുറിച്ച് ഇവരെപ്പോഴും പറയും. അതുള്ളതാ കേട്ടോ. ഡേ, ആദ്യമായിട്ട് വന്നതാ മോൻ. അവനെന്തെങ്കിലും കഴിക്കാനെടുക്കണേ. ഇപ്പൊ എടുക്കാം. അതൊക്കെ ഒരു ഊനാല് കെട്ടിത്തരോ അച്ചാച്ചി? എന്തിനാണ്? ഋഷി ആട്ടാനാ. സാമേ, പിന്നെ പുറത്ത് ആ കയറിങ്ങെടുത്തു നടാം. ശരി ഫാദർ. ഒരെണ്ണം കെട്ടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചെല്ലടാ മക്കളെ, കപ്പ പുഴുങ്ങിയത് മീനുവാ, കഴിക്കോ എന്തോ? നീ കൊടുക്കടി. കൈ എഴുതുന്നില്ലേ? സാരമില്ല, അവിടെ കഴിക്കുമോനെ, അവിടെ കഴിക്കോ. കഴിക്കടാ. അച്ചാച്ചി, ഇതാ കയറ്. കൊണ്ട. യൂണിഫോം മാറ്റിയുള്ള കളി അത് കലക്കിട്ടോ. കെട്ടാൻ നേക്കുകയും ചെയ്ത് എവിടെ കൊണ്ട് കിട്ടും. പയ്യെ കഴിക്കടാ. ആ മീൻ അങ്ങോട്ട് കൊടു. എന്താ ഋഷി, എന്തോ പറ്റിയടാ? എന്തുവാടാ പെട്ടെന്നൊരു മാറ്റം? പറയടാ. ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്കും ഉണ്ടൊരു വീട്, അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാരും ഉണ്ട്. പക്ഷെ അവിടെ ആർക്കും സന്തോഷവും ഇല്ല, പരസ്പരം സ്നേഹവും ഇല്ല. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ചാച്ചിയും അമ്മച്ചിയും നിങ്ങളും എന്ത് ഹാപ്പിയാ. ആർക്കും ഒരു ടെൻഷനും വിഷമവും ഒന്നുമില്ല. പാട്ടും ചിരിയും കളിതമാശകളും എന്ത് ഈസിയായ ലൈഫ്.
ഞങ്ങൾക്ക് സമയം മാത്രമേ ഉള്ളൂ. വലിയ വീടില്ല, കാറില്ല, നല്ല ഭക്ഷണമില്ല, മേളിലാകാശം, താഴെ ഭൂമി. അതുകൊണ്ട് സന്തോഷിക്കുന്നതാ. അതെല്ലാം ഉണ്ടെങ്കിലും എല്ലാം തികയൊന്ന് വെറുതെ തോന്നുന്നതാ. വലിയ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് തമ്മി മിണ്ടുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കും മുമ്പ് ഇരിക്കുന്നവരെ കാണാൻ സമയമില്ല. അകലെയുള്ളവരുമായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിങ്. അതനുഭവിക്കുന്നവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവും. അങ്ങനെ ഓരോന്നാലോചിച്ച് നീ വെറുതെ വിഷമിക്കുന്ന ആടാ. സിമ്മു അറിഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിതം എന്തോ ആടാ. ഒരു ദിവസം അച്ചാച്ചി പണിക്ക് പോയില്ലേ പട്ടിണിയാ. ഇതൊന്നും നിനക്കറിയണ്ടല്ലോ. ഇതാണ് നമ്മുടെ ജീവിതം. നിനക്കങ്ങനെ അല്ലല്ലോ. സ്കൂളിൽ പോകാൻ കാറ്, തിരിച്ചു കൊണ്ടുവരാൻ ഓട്ടോ, ഒരു കുഞ്ഞനുജത്തി, വീട്ടു ജോലിക്കാരി. പുറമേന്ന് കാണുന്നവർക്ക് ഇതൊക്കെ തോന്നും. നല്ല കൂട്ടുകാർക്കൊപ്പം നടന്ന് കളിതമാശകൾ പറഞ്ഞ് ചിലപ്പോ വഴക്ക് കൂടി സ്കൂളിലേക്ക് ഒരു യാത്ര, വൈകിട്ട് നാടൻ കളികൾ, നാടൻ ഭക്ഷണം, തോട്ടിലൊരു കുളി, പിന്നെ കുറച്ച് പഠിത്തം. പണമുള്ളവർക്കും മറ്റെന്തെങ്കിലും ദുഃഖം, അതില്ലാത്തവനും അതിന്റെ ദുഃഖം. നീ പറഞ്ഞത് കുറെയൊക്കെ ഇപ്പം കിട്ടുന്നില്ലേ? പിന്നെ ഞങ്ങളുടെ വീടിന്റെ സ്ഥിതി അല്ലല്ലോ നിനക്ക്. അച്ഛനമ്മയ്ക്ക് ഓഫീസ് ജോലിയല്ലേ, അത് കാരണം സമയം തികയാത്തതായിരിക്കും. സമയം എല്ലാവർക്കും ഒരുപോലെയല്ലേ, അത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. പ്ലാനിങ്, ടൈം മാനേജ്മെന്റ് അതൊക്കെ വേണം. ഇതെല്ലാം ഉണ്ടായാലും മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെന്താ? അവിടെ അവർ വാ തുറക്കുന്ന വഴക്ക് പറയാൻ മാത്രമാണ്. സ്നേഹം, സന്തോഷം ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റിയാൽ തന്നെ ആ നീണ്ടു നിക്കത്തുമില്ല. നീ വലിയ വലിയ വർത്താനങ്ങൾ പറയുന്നത്. ഈ സന്തോഷം നമ്മളെ കാണുമ്പോൾ കിട്ടിയ സന്തോഷം അത് അടിച്ചു പൊളിക്ക്. പിന്നെ നിനക്ക് സ്കൂളിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. ഓ അത് പറയണ്ട. ശ്വാസം പിടിച്ചുള്ള ക്ലാസ്, മൂകാഭിനയം, ചെറുപ്പിന്റെ ശബ്ദം പോലും കേൾപ്പിക്കാതെ വേണം നടക്കാൻ. കൂടെ പഠിക്കുന്നവരൊക്കെ മറ്റുള്ളവരോട് മത്സരം. നീ അവന്മാരോട് പോവാൻ പറയടാ. നീ ഞങ്ങളുടെ കൂടെ വാ, എല്ലാരും നിന്നെ ഇഷ്ടപ്പെടും. നീ വാ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂ. സത്യാടാ, നമുക്ക് ഇനിയുള്ള നേരം കളിക്കാം. മൊബൈലിലെ ഗെയിംസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓ അത് പറഞ്ഞപ്പോഴേ കാര്യം ഓർത്ത്. അത് കാരണം നമ്മൾ സമയം മുഴുവൻ തെറ്റി. അച്ചാച്ചീനും അമ്മച്ചീനും സഹായിക്കാനേ പറ്റുന്നില്ല. നീ ഇനി ആ മൊബൈൽ കൊണ്ടുവരണ്ട. അപ്പൊ നിങ്ങൾ ഇനി എന്നെ കളിക്കാൻ കൂട്ടത്തില്ലേ? നീ ഞങ്ങളുടെ പുന്നാര കൂട്ടുകാരനല്ലേടാ. മൊബൈൽ തരാതെ തന്നെ നിന്നെ കളിക്കാൻ കൂട്ടേണ്ടതായിരുന്നു. അത് സാരമില്ല, എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ കൂട്ടിയാ മതി. ഒരു കണക്കിന് അച്ഛനെ കാണാതെ ആ മൊബൈലിൽ വെക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഉറക്കവും ഇല്ല, മനസ്സമാധാനവും ഇല്ല. ഇപ്പൊ സമാധാനമായല്ലോ. നിനക്ക് ഒടുക്കത്തെ ബലമാണല്ലോ. ശരീരം തിന്നണല്ലോ. ഓടി ഓടി. സിമ്മേ, സോഫി ടീച്ചർ. എന്താ സോഫി ടീച്ചറെ? ടീച്ചർ ഇതുവഴിയാണോ വീട്ടിൽ പോകുന്നത്? അല്ല, കുറച്ചപ്പുറത്ത് കൂടി. ഞങ്ങൾ ഇതുവഴി വന്നതേ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനാ. എന്താ ടീച്ചറെ? ശാസ്ത്ര സാമൂഹിക ശാസ്ത്രമേളയിലെ നമ്മുടെ സ്കൂളിന്റെ 1ാം സ്ഥാനം. ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ട് വരിക. സിമ്മേ, നമ്മളെ ഫസ്റ്റ് പ്രൈസ്. ഇത് ദേശഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടർ ശങ്കർദാസ്. ഇതാരാ, നിങ്ങളുടെ കൂട്ടുകാരനാണോ? അതെ, ഋഷിദേവ്. ടൗണിലെ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്കുന്നത്.
ഒരാളേ ഉള്ളൂ? പെങ്ങളുണ്ട്, അരുന്ധതി. അമ്മൂന്നാ വിളിക്കുന്നത്. അഞ്ചില. ട്രോഫി സർട്ടിഫിക്കറ്റ് എല്ലാം സ്കൂളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നാളെ സ്പെഷ്യൽ അസംബ്ലിയിൽ വെച്ച് ഞാനത് തരും. അഭിനന്ദനങ്ങൾ. എന്തുവായിരുന്നോ പ്രോജക്റ്റിന്റെ സബ്ജക്റ്റ്? ലളിതവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ. അത് കൊള്ളാം. അതാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ പ്രശ്നവും. അതും നഗരങ്ങളിലെ മാലിന്യ സംസ്കരണം എന്ന പ്രോജക്റ്റിനാണോ ഒന്നാം സമ്മാനം നേടിക്കൊടുത്തത്? സാമേ, ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചി. ആളുടെ ദൃഷ്ടി അച്ചാച്ചി, ഇതാ ഞങ്ങളുടെ സോഫി ടീച്ചർ. നമസ്കാരം ടീച്ചറെ. അച്ചാച്ചിയെ സ്കൂളിലേക്കെങ്ങും കാണാറേ ഇല്ലല്ലോ. നേരം കിട്ടാൻ എന്താ ടീച്ചറെ? അവള് സോണി, ഇവരുടെ അമ്മ, അവള് വരാറുണ്ട്. അതുണ്ട്, ഞാൻ കാണാറുണ്ട്. ഓ. മക്കള് മിടുക്കരാ കേട്ടോ. അവരുടെ പ്രോജക്റ്റിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതെ. ആണോ മക്കളെ? അച്ചാച്ചി ഞങ്ങളെ സഹായിച്ചു. അതെയോ? എന്ത് ചെയ്യുന്നു? എനിക്ക് കൂലിയല്ലേ സാറേ, അത്രയ്ക്കൊന്നും അറിയില്ല. കാരണന്മാര് കാണിച്ചു തന്ന ചില ചില്ലറ കാര്യങ്ങള് ഞാൻ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് അതിനപ്പുറത്തുള്ള വിവരമൊന്നും ഇല്ല സാറേ. അതിനപ്പുറത്ത് വിവരമുള്ളവർ കാണിക്കുന്നത് എന്താ? നമ്മുടെ മാലിന്യം അയൽവക്കത്തെ വീട്ടിലേക്കോ റോഡിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞിട്ട് സ്വയം വൃത്തിയുള്ളവരായിട്ട് കാണിക്കുന്നു. ചേട്ടൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഈ നാട്ടിലെ വിദ്യാഭ്യാസമുള്ളവർക്ക് ഒരു പാഠമാകട്ടെ. നാളത്തെ പത്രത്തിൽ കൊടുക്കാൻ ഇതൊരു സ്റ്റോറി ആക്കാൻ എനിക്ക്. പാഠമാവാൻ വേണ്ടി ചെയ്യുന്നൊന്നല്ല സാറേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഒരാൾ സ്വയം ശുദ്ധമായാൽ അയാളുടെ പരിസരവും ശുദ്ധമാകുമെന്ന് ഗാന്ധിജി പറഞ്ഞത് എത്ര ശരിയാ. കൊള്ളാം. സ്വയം ശുദ്ധമായവരുടെ പരിസര വിശുദ്ധി. നല്ല ടൈറ്റിൽ. ഇതെറിക്കും. അച്ഛനും മക്കളും ചേർന്ന് നിന്നേ നമുക്കൊരു സ്നാപ്പ് എടുക്കാം. ആ ജെറി, ടീച്ചറോട് അങ്ങ് അടുത്ത് നിന്നേ. ആ ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീനിഷ് ഒക്കെ കിട്ടണം കേട്ടാ. നന്നായിരിക്കും ജെറി. അപ്പൊ ഞാൻ വലിയ വീടൊന്നുമില്ലേലും ഒന്ന് വീട്ടിലോട്ട് കേറിയിട്ട് പോവാം എല്ലാവർക്കും. ഒരുപാട് വൈകി. അറിഞ്ഞ സന്തോഷം. ഉടനെ തന്നെ ഇവരെ അറിയിക്കണമെന്ന് തോന്നി. ശങ്കർദാസിന് നാളെ തന്നെ പത്രത്തിൽ ഈ വാർത്ത കൊടുക്കാനോ ഉണ്ട്. ഇനി ഒരു ദിവസം വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ ടീച്ചറെ, തീർച്ചയായിട്ടും. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ടീച്ചർ വരുന്നില്ലേ? ഇല്ല, ശങ്കർദാസ് പൊക്കോളൂ. എനിക്ക് ആ വളവ് തിരിഞ്ഞ് അപ്പുറത്തോട്ട് പോയാ മതി. ശരി ജെറി, പോവാം. എന്നാ ടീച്ചർ. കുട്ടികൾ മിടുക്കന്മാരാ കേട്ടോ. നിങ്ങൾ ഭാഗ്യം ചെയ്ത അച്ഛനാ. ഇവരെന്റെ ഭാഗ്യോ ടീച്ചറെ. എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി ടീച്ചർ. ചേച്ചി, ഞങ്ങളെ കുറിച്ച് ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ. സാർ മാഡം വന്നില്ലേ? ഇത്തിരി വൈകും. ഓ, സരസ്വതി ചേച്ചി ഉണ്ടോ അകത്ത്? ഉണ്ട്. എന്താ കാര്യം? ഒരു ഗിഫ്റ്റ് കൊടുക്കാനാ. ഓ, ഗിഫ്റ്റ് ഗിഫ്റ്റ്. കൊടുത്തോ. ചുമ്മാ നമുക്കിട്ട് തന്നതല്ലേ. സരസ്വതി ചേച്ചി, ചേച്ചി. എന്താ ഷാജഹാനെ പതിവില്ലാതെ ഒന്നുമില്ല ചേച്ചി, ചുമ്മാ ഈ മൈലാഞ്ചി കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ചേച്ചി തന്നെ അങ്ങ് വെച്ചോ. ഗിഫ്റ്റ് ഞാൻ തന്ന ഗിഫ്റ്റ് അല്ലേ? ഈ ഗിഫ്റ്റ് ചേച്ചി തന്നെ അങ്ങ് വെച്ചോ. ഷാജഹാന് വേണ്ടെങ്കി വേണ്ട. ഓ അല്ല പിന്നെ ഷാജഹാനോടാണ് കളി. ആന്റി ഒരു പാവാണ് അല്ലേ? പിന്നെ ഭയങ്കര പാവാ. ആന്റി എന്ത് വിചാരിച്ചിരിക്കും? എന്ത് വിചാരിക്കാനാ? വിചാരിച്ചാലെന്താ? ആ ചേത്തല്ലേ എന്നോട് ചെയ്തത്. അല്ല പിന്നെ. ശമസിമ്മേ, നമ്മുടെ പണി ഏറ്റു. എന്താ ആന്റി ഇത്? ഷാജഹാന്റെ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സാ. സ്വീറ്റ്സോ? ശമസിമ്മേ, നമ്മുടെ പണി ഒത്തു. കയ്യിലൊരു പൊതിയൊക്കെ മൈലാഞ്ചിക്ക് വരാൻ പറ്റിയില്ല. കുറച്ച് സ്വീറ്റ്സാ. ഇത് പെങ്ങൾക്ക് കൊടുത്തേക്ക്. എന്താ ചെയ്ത്? ഒരുപാടുണ്ടല്ലോ. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. എന്റെ ഒരു സന്തോഷത്തിന്. ശരി. അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്നാ ശരി. കൊടുത്ത സാധനം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലേലും അവന് ഇത്തിരി അഹങ്കാരം കൂടുതലാ. സ്വീറ്റ്സ് അല്ലേ, ഞാൻ കഴിച്ചോളാം. സഹിക്കാൻ പറ്റണില്ല. എന്തുവാടിയത്? നല്ല പഴയ ചാണക.
അറിയില്ലേ, ഞാൻ കുറെ ക്ലബുകളുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാ. അത് തനിക്ക് അറിയാഞ്ഞിട്ടാ. എന്തിനാ ഇത്രയും? ഓ, അത് ഞാൻ വന്നേക്കാം. താൻ അങ്ങ് മത്സരിക്കേ. തന്നെ ജയിപ്പിച്ചെടുക്കാതിരിക്കാൻ പറ്റോ? എന്റെ പൊന്നു ദിലീപേ, ഞാൻ ഒരു സൺഡേ എങ്കിലും ഒന്ന് വീട്ടിലിരുന്നോട്ടെ. മമ്മി മമ്മി എന്താ? എനിക്കൊരു കവിത പഠിപ്പിച്ചു തരോ? അതൊക്കെ പ്രകാശനോട് ചോദിക്കും. മമ്മിക്ക് എന്താ പഠിപ്പിച്ചെന്നാല്? അമ്മു നോക്ക്, സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോട് ഈ പറയുന്നറിയാവോ? ഡാഡി ഡാഡി ഒരു മലയാളം കവിത പഠിപ്പിച്ചു തരാവോ? ഹൗസ് ഡേക്ക് പാടാനാ. കവിതയില്ല, കലാപരിപാടിയില്ല. There is only studies. സ്റ്റഡി സ്റ്റഡി സ്റ്റഡി. ഞാൻ പറയുന്ന കേക്ക് ഇവിടെ ആരുമില്ല. പകൽ മുഴുവൻ ഓഫീസിൽ, രാത്രി ആയാലും ഒരാൾ ലാപ്ടോപ്പിൽ, മറ്റൊരാൾ മൊബൈലിൽ. ഞാൻ പറയുന്ന കേക്ക് ഇവിടെ ആരുമില്ല. അമ്മു, നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ഋഷി പോലും ഇങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ. മമ്മി, ഡിസിപ്ലിൻ കാരണം ചേർന്ന മിണ്ടം പോലും സമ്മതിച്ചിട്ടില്ലല്ലോ. അതല്ലേ തോന്നും പോലെ നടക്കുന്നത്. അതാരും കാണുന്നില്ലല്ലോ. ആർക്കാ അത് കാണാനും കേൾക്കാൻ നേരം? മോളെ നിക്ക്, അമ്മ ചോദിക്കട്ടെ. ഋഷി എവിടെയാ തോന്നിയതുപോലെ പോകുന്നത്? എനിക്കറിയില്ല. പിന്നെ പറഞ്ഞതോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മോളെ, സത്യം പറ, ചേട്ടൻ എന്താ ചെയ്യുന്നേ? ചേട്ടനെ എനിക്ക് പ്രോജക്റ്റിന്റെ കുന്നിമണികൾ വന്നത്. ഞാൻ പറയത്തില്ല. മോളിങ്ങി വാ. മോളെ, ചേട്ടൻ എവിടേക്കാ പോകുന്നത്? അമ്മ മോൾക്കേ ഇഷ്ടപ്പെട്ട സോന പപ്പടി നാളെ വരുമ്പോ കൊണ്ടുവരാം. പറയേ. അപ്പുറത്തെ ചേട്ടന്മാരുടെ അവരുടെ യൂണിഫോം ഇട്ട് കളിക്കാൻ പോവാറുണ്ട്, ഒരു സഞ്ചിയും തൂക്കി. നോക്ക്, ക്രിമിനൽ ബ്രീഡ്, അൺഹൈജീനിക് സ്ഥലത്ത് അൺസിവിലൈസ്ഡ് കുട്ടികളോടൊപ്പം അൺവാണ്ടഡ് ഗെയിംസ്. അവൻ എന്തിന്റെ കുറവാ? മികച്ച സ്കൂൾ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും. ഷെയിം. എവിടെ അവൻ? എനിക്കറിയില്ല. നിൽക്ക്, ടെൻഷൻ ആവാതെ. അവൻ എവിടെയാ പോകുന്നതെന്നും ആരോടൊക്കെ കളിക്കുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാം. സിമ്മ അമ്മച്ചിയുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി വയ്ക്കുക. വരുമ്പം താമസിക്കുമായിരിക്കും. ബസ്സൊക്കെ കിട്ടണ്ടേ? സ്കൂൾ അടയ്ക്കുമ്പോൾ എനിക്കും പോകണം. ഭയങ്കര രസമാടാ അവിടെ. നിന്നെ എന്താ കൊണ്ടുപോകാത്തെ? അല്ലെങ്കിലും അമ്മമാർക്ക് കൂടുതൽ സ്നേഹം ഇളയ കുട്ടികളോടാ. അതുകൊണ്ടൊന്നും അല്ലടാ. എല്ലാരും കൂടെ അങ്ങ് ഒരുമിച്ച് നാട്ടിൽ പോയാലേ ഇവിടത്തെ അത്യാവശ്യ കാര്യമൊക്കെ ആര് നോക്കും? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. അവിടെ ആർക്കും അഥവാ സമയം ഉണ്ടെങ്കിലും എന്നെ മൈൻഡാറില്ല. അവള് തീരെ ചെറിയ കുട്ടിയല്ലേ. നിന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ നിന്നെയും കൊണ്ട് നടന്നിട്ടുണ്ടാവുന്നേ. ഓർമ്മയുള്ള കാലത്തല്ലേ സ്നേഹം കാണിക്കേണ്ടേ? തൊട്ടിലേക്ക് കിടന്നമ്മ പുന്നരിച്ച അതാരാ അറിയുന്നേ? ഒക്കെ നിന്നെ തോന്നലാന്നേ. സിമ്മിനോട് സ്നേഹമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണോ? ചിരിച്ചാ വേറ്റുവും എന്ന് തോന്നുന്നവരല്ലേ. അതിനതിന് അമ്മൂന് എന്നോട് ദേഷ്യമാണ്. അങ്ങനെയൊന്നും അല്ലടാ. അവള് കൊച്ചല്ലേ. കുറെ കഴിയുമ്പോ കുഞ്ഞാങ്ങളെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ 100 നാക്കായിരിക്കും. സത്യത്തില് നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാടാ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കളും നടത്തി തരുന്നില്ലേ? അതവരുടെ കടമയല്ലേ? ആണോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ മക്കള് എവിടെയൊക്കെ ജോലിക്ക് പോയിട്ട് ദിവസമുള്ള ഭക്ഷണത്തിന് പാടുപെടുന്നൊന്നും അറിയാമോ? നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. വല്ലപ്പോഴും അച്ചാച്ചയെ സഹായിക്കാൻ പത്രം ഇടുന്നതുപോലെ അവർക്ക് വിഷമോ. അത് നിന്റെ വീട്ടിലെ കാര്യമല്ലേ. നീ ബാക്കി പറ, കേക്കട്ടെ. പശുവിനെ പറമ്പിൽ കെട്ടാനോ അഴിച്ചുകൊണ്ട് വരാനോ അമ്മച്ചി സമ്മതിക്കത്തില്ല. അതാ പറഞ്ഞ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ. നിന്റെ കാര്യത്തില് ഓക്കെയാ, പക്ഷെ എന്റെ കാര്യത്തില് പോക്കാ.
ഹായ്. എന്തായാലും ഋഷി ഇപ്പോ പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ പത്രം ഇടുന്ന കുട്ടികളോടൊപ്പം അവൻ കളിക്കാൻ പോകുമ്പോ ഇടുന്ന ഡ്രസ്സ് ഞാൻ ഇന്നലെ അവന്റെ അലമാരിന്നാ കണ്ടെത്തിയത്. നമ്മൾ അറിയാതിരിക്കാൻ അവരുടെ ഡ്രസ്സ് പോലെ തോന്നുന്ന ഡ്രസ്സ്. ക്രൂക്കറ്റ് ഫെലോ. മതിയായില്ലേ? എവിടുന്ന് കിട്ടി ഇത്രയും വൃത്തികെട്ട സ്വഭാവം? വൈകുന്നേരങ്ങളിൽ നീ എവിടെയാ പോകുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? വൈകുന്നേരങ്ങളിൽ സൈക്കിളുമായി നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. സൈക്ലിങ്ങിന്. എന്നിട്ട് തിരിച്ചു വരും. എവിടെ പോകുന്നു? ആരുടെ കൂടെ പോകുന്നു? ഒറ്റയ്ക്കാ. നമ്മുടെ മുറ്റത്ത് സൈക്കിൾ ഔട്ടും, പിന്നെ ചിലപ്പോ റോഡിൽ ഇറങ്ങും. ലുക്ക് അറ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ആ കള്ളത്തരം മുഴുവനുണ്ട്. ആമി പ്ലീസ്. എനിഹോ ഡോണ്ട് ഗോ എനിവേർ വിത്തൗട്ട് അവർ പെർമിഷൻ. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി പോവരുത്, മനസ്സിലായോ? നിങ്ങൾ പിക്കോ, ഞാൻ വേഗം വരാം. വരാം, പിക്കോ. നിങ്ങൾ ഇവിടെ നിൽക്കണോ? കണ്ടോ, ഒഴുക്കി വെള്ളം അവള് കാണും. പിക്കോ. ആ ഓക്കെ. ഓ നിക്കണ നിപ്പുണ്ടല്ലേ, ഇടിച്ചങ്ങ് ഇട്ടാല. വേണ്ട, അതിന് ലീവ് എടുക്കും സാധനം. എന്നാ പറ്റി? ഒന്നും പറയണ്ട. പാൻ മൊത്തം പൊളിഞ്ഞു, യൂണിഫോം പിടിച്ചു. എന്നിട്ട് അതെവിടെ? കാണുന്നില്ല. അതല്ല, വീടിന് പുറത്തിറങ്ങിയ മുട്ടുകല്ലി ഓടിക്കുന്ന പറഞ്ഞ്. പിന്നെ സരസ്വതി ആന്റിയെ നോക്കാനും ഏൽപ്പിച്ചേക്കാ, ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തു പോകണുണ്ടോന്ന്. അപ്പോ നീ ഇനി ഒരിക്കലും ഞങ്ങളോടൊപ്പം കളിക്കാൻ വരില്ല? ആ സരസ്വതി നമുക്കൊരു ഒരു പണി കൂടെ കൊടുത്താലോ? സാമേ, അതൊന്നും നടക്കത്തില്ല. പിന്നെ അതാവും പ്രശ്നം. എന്തേലും പറയട്ടെ, അത് ഞാൻ കേട്ടാ മതിയല്ലോ. നീ ഞങ്ങളോട് കളിക്കാൻ വന്നില്ലേലും ഞങ്ങൾ സഹിക്കും. പക്ഷെ അതിന്റെ പേരിൽ നിന്റെ വീട്ടുകാർ വഴക്ക് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റത്തില്ലടാ. ഞാൻ ആരാകണം, ആരുടെ കളിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലേടാ. വേണ്ട ഋഷി, വരണ്ട. നിന്റെ കൂടെ കളിച്ച കുറെ ദിവസങ്ങൾ അത് മതിയടാ ഞങ്ങൾക്ക്. ഫെബി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ എന്തിന്റെ കുറവാ? സി, ഗുഡ് സ്കൂൾ, നല്ല കൂട്ടുകാർ, സ്റ്റാൻഡേർഡ് ഗെയിംസ്, കളി, കലാപരിപാടി, ഇതൊന്നും അവന് വേണ്ട. ശരിയാണ്, 24 hours അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനൊന്നും ആർക്കും കഴിയില്ല. പിന്നെ കുറച്ച് പരിഗണന. സ്നേഹമില്ലാന്നാണോ പറഞ്ഞു വരുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഞങ്ങൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? അങ്ങനെയല്ല, സ്നേഹം പുറത്തു കാണിക്കാൻ പുതിയ രക്ഷിതാക്കൾ സമയം കാണുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ഔട്ടിങ്ങിന് പോണം, പുറത്തു നിന്ന് ഭക്ഷണം, അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഷഫീഖെ. ഇത് മറ്റെന്തോ ആണ്. ഇത് ജന്മവാസന, നല്ല അടിയിട്ടഞ്ഞിട്ട്. പക്ഷെ സബ്സ്റ്റാൻഡേർഡ് കുട്ടികളോടൊത്തുള്ള കളി, കൂട്ടുകെട്ട് അത് എൻകറേജ് ചെയ്യരുത്. ഒന്നാമതേ പിയർ ഗ്രൂപ്പ് അല്ലാത്തവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വലിയ പ്രശ്നമാണ്. എത്ര ഉദാഹരണങ്ങളാണെന്നറിയോ? ലഹരി, വീഡിയോസ്, പെട്ടെന്ന് മെച്ചർ ആയതുപോലെ തോന്നും. അങ്ങനെ വല്ല പെരുമാറ്റവും? അങ്ങനെയൊന്നുമില്ല ഷഫീഖെ. ആക്ച്വലി അവനൊരു ഇൻട്രോവേർട്ട് ഫീലിംഗ് ടൈപ്പാ. അത്തരക്കാരെയാ സൂക്ഷിക്കേണ്ടത്. എനിവേ, കൾച്ചറലെസ് കൂട്ടുകെട്ടുകൾ അതൊട്ടും പ്രോത്സാഹിപ്പിക്കരുത്.
അതാണ് എൻ്റെ ഒപ്പീനിയൻ. ദെൻ യു ഡിസൈഡ്. ഓക്കെ? ഓക്കെ, സീ യു ലേറ്റർ. ബൈ. ഓക്കെ ശരി അമ്മേ. ബൈ. ബൈ. എന്നെ തിരക്കിയെന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം? എന്റെ മകൻ ഋഷി, അവൻ നിന്റെ വീട്ടിലാണ്. നിന്റെ മക്കളോടൊത്താണ് അവന്റെ കൂട്ടുകെട്ട്. പാടത്തും പറമ്പിലും തോട്ടിലും തെരുവിലും അവൻ നിന്റെ മക്കളോടൊപ്പം കാലാതിറങ്ങി നടക്കുക. അതിനല്ല ഞാൻ അവനെ വളർത്തുന്നത്. എനിക്കൊരു കൾച്ചറുണ്ട്, ഒരു എയിമുണ്ട്. എയിം. സാറിന്റെ മകനെ ഞാനോ എന്റെ മക്കളോ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. നിന്റെ വീട്ടിൽ മറ്റൊരു കുട്ടി വരുമ്പോൾ അവൻ എവിടെ നിന്നും വരുന്നു, എന്തിനു വരുന്നു എന്ന് നീ അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് സങ്കടത്തോടെ വരുന്ന ഋഷിമോൻ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് സന്തോഷത്തോടെ പോകുന്നത് കണ്ട് അത് തിരിച്ചറിയാൻ പറ്റാത്ത സാറിനോട് ഞാൻ എന്നാ പറയാനാ? എന്റെ മകനെ എനിക്കറിയാം. അവൻ ഏത് സംസ്കാരത്തിൽ വളരണമെന്നും എനിക്കറിയാം. അത് നീ പഠിപ്പിക്കണ്ട. ഞാൻ ആരെയും പഠിപ്പിക്കാനില്ല സാറേ. പക്ഷെ സാറൊന്ന് മനസ്സിലാക്കണം. അടച്ചിട്ട മുറിയിൽ വളർന്ന ഒരു കുട്ടി പുറത്തേക്കിറങ്ങി കൂട്ടുകാരോടൊപ്പം കളിച്ച് പ്രകൃതിയോടൊപ്പം കളിച്ച് നടന്നപ്പം വന്ന മാറ്റം, ആ സന്തോഷം, അത് മോന്റെ സ്വഭാവത്തിലും പഠിത്തത്തിലും എത്ര മാറ്റം പറ്റിയെന്ന് അറിയണമെങ്കിൽ മോനെ അടുത്ത് കാണണം. അങ്ങനെ അറിയണമെങ്കിൽ മക്കളെ സ്നേഹിക്കണം. സ്നേഹമില്ലായിട്ടാണോ ഞങ്ങൾ രാപ്പകൽ അവന് വേണ്ടി കഷ്ടപ്പെടുന്നത്? അത് അവർക്ക് കൂടി മനസ്സിലാവണ്ടേ സാറേ? സ്നേഹം അത് കുട്ടികളോടാണെങ്കിൽ അത് പുറത്ത് കാണിക്കണം. അപ്പന്റെ അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ, അവരറിഞ്ഞു തന്നെ വളരണം. പിന്നെ അധ്വാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നതേ അത് ഈ കുടുംബത്തോടൊപ്പം സ്നേഹമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. നിന്റെ മകന്റെ സംസ്കാരം എന്റെ മകന്റെ പഠിത്തത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്ന് നിനക്കറിയാമോ? അതറിയണമെങ്കിൽ ഋഷിമോന്റെ സാറന്മാരോട് ചെന്ന് അന്വേഷിക്കേ. ഇത് പറയാനാണോ സാറിനെ വിളിപ്പിച്ചത്? എന്റെ കുട്ടികളെ ഞാനൊരു സംസ്കാരത്തിലാണ് വളർത്തുന്നത്. നിന്റെ മക്കളോടൊപ്പമുള്ള കൂട്ടുകെട്ട് കാരണം അതില്ലാതാകരുതെന്ന് പറയാനായി വിളിപ്പിച്ചതാണ്. ഋഷിയുടെ ഈ മാറ്റത്തിന് എന്റെ മക്കളുടെ സംസ്കാര കാരണമായെങ്കിൽ ഞാൻ അതിലങ്ങ് സന്തോഷിക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ ആ സ്നേഹവും സാമീപ്യവും ഉണ്ടല്ലോ, സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ അതന്വേഷിച്ച് ഋഷിമോൻ പിന്നെ എന്തിനു പുറത്തു പോകുന്നു? കഴിഞ്ഞോ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. വേണ്ടായിരുന്നു. ആ സൈമണിനെ കണ്ടു. എന്താ പ്രകാശ് കാര്യം? ഋഷിക്ക് അവന്റെ മക്കളുമായിട്ടാണ് കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് വേണ്ടാന്ന് ഋഷിയോട് പറഞ്ഞിരുന്നതല്ലേ? പക്ഷേ അവന്റെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് സൈമൺ പറയുന്നത്. അതിന് സോ വാട്ട്? നമുക്കെന്തായാലും സ്കൂൾ വരെ ഒന്ന് പോയി പ്രിൻസിപ്പലിനെ ഒന്ന് കാണാം. കൗൺസിലിംഗോ ഋഷിക്കോ? ഫാദർ, അവൻ വല്ലാതെ ഗ്ലൂമിയാണ്. പഠിക്കാൻ താല്പര്യമില്ല, സംസാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്? ഋഷിയെ പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? അവൻ എക്സ്ട്രാ ബ്രില്യന്റ് ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ? അല്ല, നിങ്ങൾ അവന് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തോ? വാങ്ങിക്കൊടുത്തു. പക്ഷെ എപ്പോഴും അതില് കളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആദ്യം കാണുമ്പോ അവൻ ഗ്ലൂമി ആയിരുന്നു, ലേസി ആയിരുന്നു. ഓക്കെ, പക്ഷേ അവൻ എന്നെ സ്ഥിരമായി കാണാൻ വന്നിരുന്നു. അവന്റെ ടാലന്റ്, ടേസ്റ്റ് ഒക്കെ ഞാൻ അന്വേഷിച്ചു. അവൻ പറഞ്ഞു ഇവിടെ ഇപ്പോ അവന് നിറയെ കൂട്ടുകാരുണ്ട്, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. മോറോവർ എല്ലാ വിഷയത്തിലും A1. വീടിനടുത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോവാറുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. വാസ്തവത്തിൽ അടച്ച മുറിയിലും പരിസരത്തു നിന്ന് ആ കുട്ടി ശ്വാസം മുട്ടുകയായിരുന്നു. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതത്തിൽ അവൻ സ്വാതന്ത്ര്യം കണ്ടെത്തി. അത് അവന്റെ പഠനം മെച്ചപ്പെടുത്തി. ആക്ച്വലി ഐ എം പ്രൗഡ് ഓഫ് യു പേരൻസ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. സാധാരണ ന്യൂ ജനറേഷൻ പേരൻസ് ഹൈജീനിക് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പിന്തിരിപ്പിക്കാറാണ് പതിവ്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാട്ടെ. ഒരുപാട് സിലബസ് പഠിക്കാനുള്ളതല്ലേ, അതിനുവേണ്ടി ചില ലിമിറ്റേഷൻസ് ഒക്കെ വേണമെന്ന് കരുതിയതാ. ലിമിറ്റേഷൻസ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അഴിച്ചുവിടുക എന്നതിനർത്ഥമില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തു, അവൻ ബെറ്ററായി. സഹപാഠികളോടൊത്തുള്ള കളികളും പ്രകൃതി അറിവും അത് നമുക്കാർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് പ്രകൃതിയിൽ നിന്നും സമപ്രായക്കാരിൽ നിന്നും തന്നെ അറിയണം. അവര് ഹൃദയം തുറന്ന് സന്തോഷിക്കട്ടെ, ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാവട്ടെ.
അവരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നിങ്ങൾ രണ്ടുപേരെ ഓർത്തു. താങ്ക് യു ഫാദർ. താങ്ക് യു. ഋഷി, ഇതാ നിങ്ങളുടെ യൂണിഫോം. നല്ല മൂട്. നിക്കവിടെ കേറിപ്പോടാകത്ത്. സ്കൂള് വിട്ടിങ്ങ് വന്നോളൂ, കളിയോട് കളി. പഠിക്കാൻ വേണ്ട, അമ്മാര് വീട്ടിലൊരു പണിയും ചെയ്യില്ല. കേറിപ്പോടാകത്ത്. അച്ചാച്ചി വേണ്ട, കാല് പിടിക്കണ്ട. അച്ചാച്ചി പോലെടാ.